ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് സേമിയയും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനൊരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് റൈസിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഗീ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു 1/4 കപ്പോളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ കൂടുതലൊന്നും ചേർക്കേണ്ട, ഒരു 1/4 കപ്പ് വരെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് ക്യാരറ്റ് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ആ ഒരു ക്യാരറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരേക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ്. ഇതിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി സേമിയ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മുമ്പ് ഞാനിതുപോലെ തന്നെ സേമിയ ചേർക്കാതെ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരല്പം മാറ്റി വെക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. സൈഡിലും അതുപോലെ തന്നെ സെൻറ്ററിലൊക്കെ ഒരേപോലെ തന്നെ ആയി കിട്ടാൻ ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി നട്ട്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കട്ടെ.
അപ്പോൾ ഇതാ മേൽവശം തൊടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഇതിൻ്റെ താഴെ ഇങ്ങനെയാണ് ഉള്ളത്. 15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് തന്നെ നമുക്കിതുപോലെ കിട്ടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.